ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് യൂണിക്കോണിൻ്റെ ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള കളർഫുൾ പേജസ് ഒക്കെ ഉള്ള ഒരു സ്റ്റിക്കർ ബുക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമ്മൾ ഗ്ലൂവോ അല്ലെ സ്റ്റാപ്ലറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആകെ ആ കവർ ചെയ്യാൻ മാത്രമാണ് കുറച്ച് ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ബുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ ഈ ബുക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ കുറച്ച് യൂണിക്കോണിൻ്റെ ഇമേജസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂണിക്കോണിൻ്റെ ഇമേജസ് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കിട്ടും. ക്യൂട്ട് യൂണിക്കോൺ ഇമേജസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ആദ്യം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് പെൻ അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഇതിനെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ട്രേസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ഇതേപോലെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യണം. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെച്ച് പെൻ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം ക്യാംലിൻ്റെ കളർ പെൻസിൽസാണ് എടുക്കുന്നത്. അപ്പോൾ കളർ പെൻസിൽ ആകുമ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കളർ പെൻസിലാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിത് മൊത്തമായിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമ്മളുടെ പെൻസിൽ മാർക്സ് ഒന്ന് ഇറേസ് ചെയ്ത് കളയാൻ മറന്നു പോകരുത്. അപ്പോൾ ദേ ഒരെണ്ണം ഞാൻ കളർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സെയിം പാറ്റേൺ തന്നെയാണ് യൂണിക്കോണിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പിക്ചേഴ്സും വരുന്നത്. അപ്പോൾ യെല്ലോ, പേർപ്പിൾ, പിങ്ക്, ബ്ലൂ ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ ബ്ലഷും അതുപോലെ കാലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വരുന്നത് ലൈറ്റായിട്ട് പിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റാവും. അപ്പോൾ ഞാനാകെ 2 എണ്ണം മാത്രമേ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ഇതേപോലെ തന്നെ കളർ ചെയ്തെടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് വൈറ്റ് ഡോട്ട്സും ലൈൻസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈലൈറ്റും കൂടെ ആവും. അതായത് ആ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡിങ്ങും കൂടെ വരും. ഇതിപ്പോൾ കളർ പെൻസിലായതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ അത് എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വൈറ്റ് സ്പേസ് ഇങ്ങനെ ബോർഡർ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോഴാണ് ഒരു ഒറിജിനൽ സ്റ്റിക്കറിൻ്റെ ലുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതേപോലെ വൈറ്റ് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്കറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്ലോസി ആയിട്ടുള്ള ഒരു സർഫസ് ആണ് എടുക്കുന്നത്. അതായത് ഒരു മേശൻ്റെ മേലെയാണ് ഞാനിപ്പം സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർഫസിൽ വേണം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാനിപ്പോൾ 2 ഇമേജസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ബാക്കിൽ ഫുൾ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ പോലെ തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഈ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ ചുളിവൊന്നും ഇല്ലാതെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സ്റ്റിക്കേഴ്സ് പോലെ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 2 സെല്ലോ ടേപ്സിൻ്റെ ഉള്ളിൽ ഈ പിക്ചർ നല്ല നീറ്റായിട്ട് പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ കാണാൻ പറ്റും ബാക്കിലത്തെ സർഫസ് നല്ല സ്റ്റിക്കിയാണ്. അതായത് നമുക്ക് സ്റ്റിക്കറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു ബുക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ബുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റിക്കർ പേപ്പർ റെഡിയാക്കണം. അപ്പോൾ ഒരു കളർ പേപ്പറാണ് എടുക്കുന്നത് സ്റ്റിക്കർ പേപ്പർ ആക്കാൻ വേണ്ടിയിട്ട്. കളർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതേപോലെ മൊത്തമായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിക്കർ പേപ്പർ റെഡിയാവും. അതായത് നമ്മൾ അതിൻ്റെ മേലേക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ കൂടാതെ ഒരു യെല്ലോ പേപ്പറിലും ബ്ലൂ പേപ്പറിലും കൂടെ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പം A4 സൈസ് ബുക്കല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ A4 പേപ്പറിനെ ആദ്യം പകുതിക്ക് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പകുതിക്ക് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പോക്കറ്റ് നോട്ട്ബുക്കിൻ്റെ സൈസിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ഗ്ലോസി പേപ്പറിനെയും ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. ഇനി ഇതിനെ ബുക്കിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാ പേപ്പേഴ്സിനെയും ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ 2 പേപ്പേഴ്സ് ഇതേപോലെ മടക്കി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഇതേപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് തുറക്കുമ്പോൾ നമുക്ക് ഈ 2 പേപ്പേഴ്സും ഒരുമിച്ച് സ്റ്റിക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ അടുത്ത് സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് മിഡിലിൽ സ്റ്റാപ്പിൾ ചെയ്താലും മതി. ഞാനിപ്പോൾ സ്റ്റാപ്ലർ ഒന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പേപ്പറിനെയും ഇതേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ബൈൻഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു കവർ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഗുളികയുടെ പെട്ടിയാണ് എടുക്കുന്നത്. അതിനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 3 സൈഡ് മാത്രം കട്ട് ചെയ്ത് എടുക്കുക. ബാക്കി പീസസൊക്കെ കളയാം. ഇനി ഇതിൻ്റെ ഈ പുറത്തെ ആ ഒരു പേരെഴുതിയ ഭാഗം നമ്മൾ ആ സ്റ്റിക്കർ ഒന്ന് ഇളക്കി കളയുന്നുണ്ട്. അതിനുശേഷം ഈ ബുക്കിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ച ആ ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് ഈ ഒരു കവറിലേക്ക് ഈ ബുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് എത്ര ഭാഗമാണോ എക്സ്ട്രാ വരുന്നത് ആ ഒരു ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ആ ബാക്കിലത്തെ പീസ് അവിടെ വെച്ചിട്ട് ആ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗുളികയുടെ പെട്ടിയുടെ ആ മിഡിൽ പോർഷൻ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വീതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോട്ടിന് അത്രയും വീതി ഇല്ലാത്തതുകൊണ്ട് ആ വീതി ഒന്ന് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള വീതി ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ വീണ്ടും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കവറായിട്ട് ഇത് റെഡിയായി കിട്ടും. ഇനി ഒരു മാസ്കിൽ ഇതേപോലെ എലാസ്റ്റിക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാക്കിലത്തെ പോർഷനിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ബുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ പേജസ് തുറന്നു പോവാതിരിക്കാൻ ബുക്കൊന്ന് സെക്യൂറായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇഷ്ടമുള്ള ഒരു കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ യൂണിക്കോൺ സ്റ്റിക്കേഴ്സിനും കൂടെ എഴുതിയിട്ട് അതും കൂടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് വെക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ പേജസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉഹു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്ലൂ ഗൺ എടുത്താലും മതി. എന്നിട്ട് ദേ ഈ മിഡിൽ പോർഷനിൽ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ പേജസ് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഈ കവറിൻ്റെ പുറത്തും കൂടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് നമുക്ക് റീയൂസ് ചെയ്യാം, കാരണം എല്ലാം ഗ്ലോസി പേപ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഇളക്കി മാറ്റി കഴിഞ്ഞാലും അതിന് കേടൊന്നും സംഭവിക്കില്ല, ബുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും പുതിയ പിക്ചേഴ്സ് വേണമെങ്കിൽ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഓരോ സ്റ്റിക്കറായിട്ട് ഓരോ പേജിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് കവറിൻ്റെ മുകളിൽ കുറച്ച് ക്ലൗഡ്സും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ താഴെ കാണുന്നത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിൻ്റെ വീഡിയോ കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മളുടെ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.